ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിൻറ്റേജ് നോട്ട്ബുക്കാണ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എന്ത് സാധനം ഉണ്ടാക്കാൻ പോണേന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോയിട്ട് A4 ഷീറ്റ് 19 മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും ഇതിന് വേണ്ടി വന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും കുറേയൊക്കെ വേണ്ടേന്ന് വിചാരിക്കും. കാര്യം ഞാൻ 8 ഷീറ്റ് എടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര കുറേ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. കാര്യം ഒരു A4 ഷീറ്റിന് നമ്മൾ മടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നൊക്കെ എല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കുറേയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും അതേപോലെ എനിക്ക് വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറയാനാണെങ്കിൽ A4 ഷീറ്റ് 8 എണ്ണമാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അതെടുത്തതിന് ശേഷം ഇതേപോലെ എല്ലാത്തിനും മടക്കിയെടുക്കണം. നമ്മൾ ഓരോന്നായിട്ട് മടക്കിയെടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ ഒരെണ്ണം വെച്ച് അങ്ങോട്ട് മടക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതേപോലെ കീറിച്ച് കൊടുക്കണം. വിൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കീറിയിട്ടൊക്കെ ഉള്ളതാണ് വിൻറ്റേജ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ. എല്ലാത്തിനെയും നല്ല സ്പീഡിൽ ഇങ്ങോട്ട് ചെയ്തെടുക്കുക. കാര്യം കുറേ നേരം എടുക്കും. എന്തായാലും രണ്ടെണ്ണം വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ഇതായിരിക്കും. ബാക്കി ഇത്രയും പേപ്പർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞപ്പോഴും വിചാരിച്ചോ ഇത്ര ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മറ്റേത് മാറ്റി വെച്ചത്. ഇനി നമുക്ക് ടീ ഡൈയിങ് ചെയ്ത് നോക്കാം. അപ്പം ടീ ഡൈയിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പേപ്പറിന് ഇനി നമ്മൾ ബ്രൗൺ കളറിലേക്ക് മാറ്റുന്നതിനാണ് ടീ ഡൈയിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചായപ്പൊടിയുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് ട്യൂലിപ്പ് എന്നൊക്കെയാണ് ഞാൻ ആദ്യമേ നമ്മുടെ ചാനലിലെ പേരിട്ട പ്രിട്ടി ഫ്ലവർ ട്യൂലിപ്പ് എന്നങ്ങാണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ആ ചായയുടെ പെട്ടിനകത്തും അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യം അതിനെ കുറച്ച് വെള്ളം എടുത്താൽ മതി, കുറേ വെള്ളമൊന്നും എടുക്കണ്ട കേട്ടോ. അതിന് ശേഷം നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം എന്താ പറയുക നമ്മുടെ ടീയുടെ പൗഡർ ഇട്ട് കൊടുക്കുക, എന്ന് പറഞ്ഞാൽ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിനെല്ലാത്തിനും അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ചൂടാക്കിയതിന് ശേഷമാണ് ഒരു 10 മിനിറ്റോളം ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ അരിച്ചെടുക്കുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ താഴത്തുണ്ടാകുന്ന തുണിയെല്ലാം മാറ്റി. കാര്യം എന്താണെന്നറിയാമല്ലോ, ചായയാണ്. അപ്പോൾ ചായ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറെല്ലാം പോലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതേപോലെ വൈഡായിട്ടുള്ള ഒരു വെസലെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതേപോലെ എല്ലാത്തിനെയും കുതിർത്ത് വെക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ എല്ലാത്തിനെയും വെക്കുക. അല്ലാതെ വെറുതെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കുന്നത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ ചില സ്ഥലത്ത് ഇങ്ങനെ വെള്ളം പിടിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ബ്രൗൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കാണും നിങ്ങൾ. നേരത്തെ ഞാൻ ഇതേപോലത്തെ ഒരു ഈസ്തറ്റിക് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെയൊക്കെ തന്നെയാണ് ഇത്. പക്ഷേ ടീ ഡൈയിങ് ഉണ്ട്, അത്രേ ഉള്ളൂ. ആ പേപ്പർ കീറിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ആ പേപ്പർ നമ്മൾ 10 മിനിറ്റോളം അങ്ങനെ തന്നെ വെച്ചിട്ടതിന് ശേഷം മാത്രമേ ഒരു പേപ്പറല്ല ഒരു ഷീറ്റിനകത്തേക്ക് വെച്ചിട്ട് തന്നെ ഉണങ്ങിയെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസമാണ് ബാക്കിയെല്ലാം ചെയ്യാൻ നിൽക്കണം. അതിനുശേഷം നമ്മൾ 4 മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈൻഡിങ് ആണ് ചെയ്യേണ്ടത്. ബൈൻഡിങ്ങിന് ഒന്നും തന്നെ ഇല്ല. ഒരു നീഡിലെടുക്കുക, അതിന് ശേഷം നമ്മുടെ ത്രെഡ് എടുത്ത് അതിനകത്തേക്ക് ഓർക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയാമല്ലോ. പിന്നെ തയ്ക്കാൻ അറിയാത്ത കുഞ്ഞു പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പ് വല്ലതും ചോദിച്ചിട്ട് ചെയ്യുക. എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. കാര്യം ഞാൻ എപ്പോഴും തയ്ക്കാറുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ കുഴപ്പമില്ല. എനിക്കിതൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്തായാലും കുഞ്ഞു കൊച്ചുങ്ങളുണ്ടെങ്കിൽ പാരൻസിനോട് ചോദിച്ച് അവരോട് പറഞ്ഞ് ചെയ്യുക. അതിനുശേഷം എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ പറഞ്ഞതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. എന്തായാലും ഞാൻ പറയാൻ പറ്റുന്നത്ര ഞാൻ നോക്കാം. ഞാനൊരു പേപ്പർ പിന്നെടുത്തതിന് ശേഷം ഇതേപോലെ ഞാൻ എന്താ പറയുക വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാതെ തന്നെ ഇങ്ങനെ എന്താ പറയുക തുന്നിയെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ തുന്നുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് തുന്നുന്നുണ്ട്. അങ്ങനെ ഒരു റൗണ്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ റൗണ്ടിൽ നമ്മൾ പിന്നെ ഇതേപോലെ തുന്നിക്കൊണ്ട് പോകണം. പിന്നെ ഗൈസ്, നിങ്ങൾ വാലന്റൈൻസ് ഡേ നമ്മുടെ ഗീവ് അവേ കണ്ടിട്ടുണ്ടായിരുന്നു. 2 പേരെ സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫെബ്രുവരി, മാർച്ച് അങ്ങനെ ദിവസങ്ങളിൽ നമുക്ക് ഒരു ഒരു 200 ഓർ സംതിങ് അത്രയും സബ്സ്ക്രൈബർ തന്നെയാണെങ്കിലാണ് നമുക്ക് ഗീവ് അവേ ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ ഗീവ് അവേ ആണ്. 1ാമത്തെ 1Kയുടെ ഗീവ് എന്തായാലും എനിക്ക് പോകുന്നു ഇപ്പോൾ ഉറപ്പായി. കാര്യം 1K പോലും അടിച്ചിട്ടേ ഇല്ല. പക്ഷേ പറ്റുന്ന ആൾക്കാർ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അതിനുശേഷം ഇതേപോലെ നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്തേക്കും തുന്നുമ്പോഴത്തേക്ക് ആ സൈഡ് തുന്നിയിട്ടുണ്ടാകില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ തുന്നൽ കഴിഞ്ഞ ശേഷം ഇപ്പുറത്തെ തുന്നൽ തുന്നുമ്പോഴത്തേക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ടായില്ല. കാര്യം അതിനൊരു ഇതുണ്ടാകത്തില്ല. കാര്യം ഒരു ടഫൊന്നും വരത്തില്ല. അതിനുശേഷം എൻ്റെ നൂല് കുറച്ച് കുഞ്ഞതായി പോയത് കൊണ്ട് ഞാൻ അതിനെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ വലിയ നൂല് കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടാസ്ക് ആയിരിക്കും. പിന്നെ അതിനെ നമുക്ക് തുന്നാനായിട്ട്.
ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കുറേ വലുതെടുക്കണമെന്നുള്ള കാര്യമൊക്കെ പോലും. അതിനുശേഷം ഞാൻ പിന്നെയും കോർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ വലുതാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതേപോലെ അങ്ങോട്ടും ചെയ്തെടുക്കുക, പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 വട്ടം ഞാൻ ഇങ്ങനെ ചുറ്റിക്കളിച്ചുകൊണ്ടിരുന്ന കാര്യം എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിനെ കുത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് അത് പറഞ്ഞു പോയി. അങ്ങനെയൊക്കെ ആയിരുന്നു. എങ്ങനെ ചെയ്യുന്നത് പോലെ എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ഇതേപോലെയൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തോ കഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തു. അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിട്ട് കൊടുക്കുക. ഒരു 4-10 കെട്ടിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ പണിയൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും ഗ്ലൂവിനേക്കാളും നല്ല പോലെ നമ്മുടെ ബൈൻഡിങ് നിന്നോളം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടൂലിപ്പ് ബൈൻഡിങ് ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചതും കൂടെയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ പേരും പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളത് കുറേയൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ആൾക്കാർ കാണിച്ചത് വേറേതായിരുന്നു. ഞാൻ ചെയ്തു വന്നപ്പോഴത്തേക്ക് വേറേതായതുകൊണ്ട് ഞാൻ അതിനെ വേറെ പേരിട്ടു. അതാണ് ആ ടൂലിപ്പ് ബൈൻഡിങ് എന്ന പേര്. ചില ആൾക്കാർ പറയും എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ പേരെന്നൊക്കെ ചോദിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മറ്റേ എസ്തെറ്റിക് ആയിട്ടുള്ള നോട്ട്ബുക്ക് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബൈൻഡിങ്ങും ഞാൻ ടൂലിപ്പ് ബൈൻഡിങ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിപ്പോൾ വരെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത ഇതായിട്ടുള്ള നമ്മൾ 4 സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെയും കൂടെ നമുക്ക് തുന്നി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയ കട്ടിയൊന്നും ഇല്ല. അതിനൊക്കെ 2 എണ്ണമായിട്ട് അങ്ങോട്ട് ചെയ്യുന്ന 8 എണ്ണമായിട്ട് അതിന് അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ കുറേ പേപ്പർ എടുക്കുവാണെങ്കിൽ ഇതേപോലെ ചെയ്യാനേ പറ്റിയിട്ടുണ്ടാവുള്ളൂ. എസ്തെറ്റിക് ആയിട്ടുള്ള മറ്റേ നോട്ട്ബുക്കിനകത്തേക്ക് ഞാൻ 15 പേപ്പർ എടുത്ത് അതിനെ മടക്കിയപ്പോഴത്തേക്ക് 30 പേപ്പറോളം ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും എനിക്ക് വേണ്ട. നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളത് എങ്ങനെ ഉണ്ടാക്കുകയാണെന്ന്. എനിക്ക് ഇത്രയും പോലും വേണ്ട. ഞാൻ എന്തായാലും ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നോട്ട്ബുക്കിൽ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കീ ബുക്ക് മാർക്ക്, പിന്നെ ഒരു ഓട്ടം പോലത്തെയൊക്കെ ഒരു ഇലയൊക്കെ വെച്ചിട്ടുള്ള ഒരു രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ ജേണലിൽ നിന്ന് മേളിൽ എഴുതി കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ വന്നില്ലെങ്കിലും എന്തായാലും കുഴപ്പമില്ല. കാര്യം നമ്മൾ ഉദ്ദേശിച്ചൊന്നും നടക്കുന്നൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ഈ ലാസ്റ്റത്തെ തുന്നി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കെട്ടിടരുത്. അപ്പോൾ ഇതേപോലെയൊക്കെ വരും. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. കുറേ കെട്ടൊക്കെ ഇങ്ങനെ വരും. എന്നാലും നമ്മൾ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇതെല്ലാം ചെയ്തെടുക്കണം. പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കെട്ടിട്ട് കൊടുക്കരുത്. അതിന് പകരം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്തെടുത്ത് വെച്ചാൽ മതി. കെട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ അതിനെ നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ലാസ്റ്റത്തെ ചെയ്യുന്നതാണ് തുന്നിയതിന് ശേഷം. ഇനി നമുക്ക് മറ്റേ ബുക്കും കൂടെ എടുത്തതിന് ശേഷം അതിനെ ഇതേപോലെ ഇപ്പുറത്തേക്കുള്ള നൂലിനെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം അവിടെ ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക. ഇങ്ങനെ അതിനെ റിപ്പീറ്റഡ്സ് ലാസ്റ്റത്തെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ 2 കെട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും നിങ്ങൾ കണ്ടതുപോലെ അങ്ങോട്ട് ചെയ്യാം. പിന്നെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. കാര്യം കുറേ കഷ്ടപ്പാടുണ്ട്. 2-3 ദിവസത്തെ കഷ്ടപ്പാടാണ്. എന്തായാലും ഞാൻ വിചാരിച്ചു എന്നാലും 15 മിനിറ്റ് കടക്കട്ടെ എന്ന് വിചാരിച്ചു. കാര്യം 10 മിനിറ്റൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ 15 മിനിറ്റ് ആയിപ്പോയി ലാസ്റ്റ്. പിന്നെ ഈ വിൻറ്റേജ് നോട്ട്ബുക്ക് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകാനായിട്ടാണ് ഞാൻ സ്പീഡൊന്നും ആക്കാത്തത്. കാര്യം ഇങ്ങനെയൊക്കെ ബൈൻഡൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഈ കാണിക്കണമെന്നൊക്കെ വിചാരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തന്നെ. അതുകൊണ്ട് സ്ലോ ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ 15 മിനിറ്റോളം ആക്കിയത്. അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2ാമത്തെ ആകുമ്പോഴത്തേക്ക് വലിയൊരു നൂലെടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനനുസരിച്ച് കുറേ നൂല് പോകും. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റണ പോലെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് ഇതാണ് ലാസ്റ്റാമത്തെ കെട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കുറേ അങ്ങോട്ട് കെട്ടിയിട്ട് കൊടുക്കുക. കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാ നൂലിൻ്റെ ഇടക്കൊക്കെ കയറ്റി കൊടുത്തിട്ട് പിന്നെയും കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സേഫ്റ്റി നമ്മളാക്കി കൊടുക്കുന്നുണ്ട്. ഈ ലാസ്റ്റത്തെ കെട്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നല്ലപോലെ തന്നെ ആക്കിയെടുക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 4-10 വട്ടം ഞാൻ കെട്ടുന്നുണ്ട്. അപ്പം എന്നിട്ടും എനിക്ക് ഇതാകത്തോണ്ട് ഞാൻ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് എടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4-10 വട്ടം ട്രാൻസ്പെറൻറ്റ് ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കുക. ഞാൻ ഒരു വട്ടം ചുറ്റിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് അത്രയും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വട്ടം ചുറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനം നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ട് വന്നിട്ടുണ്ട്. പേജൊക്കെ മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നടുഭാഗത്ത് മാത്രം ഒരു രീതിയിൽ വരും. കാര്യം നമ്മൾ അങ്ങനെയുള്ള ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടൂലിപ്പ് ബൈൻഡിങ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്.
ഞാൻ കുറേ നേരം നിങ്ങളെ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എന്തോരം വട്ടം നിങ്ങളെ കാണിച്ചു തന്നെയെന്ന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് വൈറ്റ് ആയിട്ട് ഡോട്ട് പോലെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എങ്ങനെ ചെയ്താലാണ് അത് മാറുന്നതെന്ന്. അപ്പോൾ ഇനി നമുക്ക് കവർ ഉണ്ടാക്കാം. കവറിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് വേണമല്ലോ. നമ്മുടെ ഒരു ബുക്കാണെങ്കിൽ ബുക്കിലൊരു കട്ടിയുള്ള സാധനം അങ്ങനെ വെക്കുമല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അതിന് അളവൊക്കെ എടുത്ത് നമ്മളെന്താ വെട്ടി കൊടുക്കുന്നുണ്ട്. പറ്റുന്നത് പോലെ നിങ്ങൾ ഇതിനകത്ത് ചെറുതാക്കുക. ഇല്ലെങ്കിൽ അതിൽ വലിയ നോട്ട്ബുക്ക് പോലെ ഇരിക്കും. അത്രയും നമുക്ക് വേണ്ട ഒരു ക്യൂട്ടായിട്ടുള്ള പോലെയും എന്നാൽ വിൻറ്റേജുമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റുന്ന പോലെ ചെറുതാക്കുക. എൻ്റെ ചെറുതായി പോവില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലുതായി പോയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ കവറിങ്. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ നമ്മൾ എല്ലാത്തിനും ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ നമ്മുടെ ബുക്കില്ല നല്ല അമർത്തിയിട്ടൊക്കെ ചെയ്യില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അളവൊക്കെ തെറ്റിപ്പോവും. ഇതേപോലെ നമ്മൾ അതിനെ വേറൊരു കാർഡ്ബോർഡിനെ വരച്ചെടുത്തതിന് ശേഷം ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചടിക്കതിന് ശേഷം അതിനെ വെട്ടിക്കൊടുക്കുക. കുറച്ച് ടാസ്ക്കാണ് വെട്ടിയെടുക്കുക. ശരിക്കും ഒരു റെക്ടാങ്കിൾ പോലെ ഒന്നും വരത്തില്ല. എന്നാലും കുഴപ്പമില്ല. ഞാനല്ല എൻ്റെ അപ്പം AC മേടിച്ചിട്ടുള്ള ഒരു കവർ എടുത്തിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേറൊരു ഇത് വേണം. ചെറിയൊരു പീസ് എടുക്കണം. ചെറിയെന്നിട്ടുണ്ടെങ്കിൽ പൊക്കം വേണം എന്നാൽ വണ്ണം വേണ്ട. അങ്ങനത്തെ ഒരു രീതിയിലാണ് വേണമെങ്കിൽ ആ സ്കെയിലിൻ്റെ തന്നെ ഒരു ഇതിലെടുക്കുക. ഒരു വണ്ണമുള്ള പോലെ അങ്ങോട്ട് എടുക്കുക. ഞാൻ ഈ X വരച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വെട്ടിയെടുക്കാനാണ് പറയുന്നത്. അതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് എടുത്തതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ മാത്രം ഒട്ടിക്കുകയല്ല ബാക്കിലും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. മൂന്ന് 4 വട്ടം നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന മര്യാദയ്ക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് ബാക്കിലും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഡിസൈനൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ കളർ പേപ്പർ എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഗ്ലൂ സ്റ്റിക്ക് അത്ര പിടിച്ച് നിൽക്കാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് നമ്മുടെ ഗ്ലൂ കൊണ്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റാമത്തെ ഒരു ഗ്ലൂ സ്റ്റിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഗ്ലൂ കൊണ്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയാണ് ഞാൻ വിചാരിച്ചു ആകെ ഒരെണ്ണം ഉള്ളല്ലോ എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോഴാണ് വിചാരിച്ചത് എവിടെ നിന്നെങ്കിലൊക്കെ ഇനി മേടിക്കാം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ ബുക്ക് കവർ ചെയ്യുന്നത് അതേപോലെ ഇതിനെ കവർ ചെയ്തെടുത്താൽ മതി. പക്ഷേ ഞാൻ ഗ്ലൂ കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പശ വെച്ചൊക്കെ ചെയ്യാൻ പറ്റും. എന്തായാലും എനിക്ക് സ്പീഡിൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ സെല്ലോ ടേപ്പ് കൊണ്ടൊക്കെ കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാത്തിനെയും നമ്മൾ കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡിസൈനിന് മുമ്പ് നമ്മുടെ ബുക്ക് അങ്ങോട്ട് ഒട്ടിക്കണമല്ലോ. അപ്പോൾ ഞാൻ ബുക്കൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഞാൻ നമ്മുടെ ഗ്ലൂ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ലെവലിലൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പം എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം കയറിയും കുറഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തള്ളിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ലീഫ് ഒട്ടിക്കാം. നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ ചെന്നിട്ട് ഓട്ടം ലീഫെന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതിന് ഡൗൺലോഡ് ഇമേജ് നോക്കിയതിന് ശേഷം പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്ത് ട്രേസ് ചെയ്ത് അങ്ങോട്ട് വരച്ചെടുത്താൽ മതി. ഞാനൊരു ക്യാമറയിലാണ് വീഡിയോ എടുക്കണതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ ഒരു ചായപ്പൊടിയുടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര വലുതാക്കാൻ പറ്റുമോ അത്ര വലുതാക്കാൻ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരുന്നോളൂ. പിന്നെ നമുക്ക് ജേണലിന് എഴുതാനായിട്ടൊരു ഇത് വേണമല്ലോ. അപ്പോൾ അതും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. വിൻറ്റേജ് ആയിട്ടൊന്നും അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ വരും. വിൻറ്റേജ് ജേണൽ സപ്ലൈസ് ഒന്നും അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേയൊക്കെ വരും. അപ്പോൾ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത ശേഷം പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്ത് കൊണ്ട് വരച്ചെടുക്കുക. അതിന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണിയിൽ ബ്രൗൺ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കുക. എൻ്റെ ഈ ബ്രൗൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രൗണിൻ്റെ ബ്ലാക്കിൻ്റെ എടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബുക്ക് മാർക്കായിട്ട് ഉദ്ദേശിച്ചത് ഒരു കീ ആയിരുന്നു. അപ്പോൾ കീൻ്റെ ഒരു ഞാൻ വരച്ചെടുത്തതിന് ശേഷം ഞാനൊരു കാർഡ്ബോർഡിനകത്തേക്ക് ട്രേസ് ചെയ്ത് അങ്ങോട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ കാർഡ്ബോർഡിൽ വെട്ടാൻ കുറച്ച് പണിയായതുകൊണ്ട് ഞാൻ മറ്റേ ബുക്കിൻ്റെ ഒക്കെ ഒരു ഇതില്ല അതിനെ കൊണ്ടാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. വെട്ടിയല്ല അതിനായിരുന്നു ആ കാർഡ്ബോർഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കളറൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് കൊണ്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേറെ ഒരെണ്ണം ചെയ്യാനുണ്ട്. ഇതേപോലത്തെ ഒരു ബ്ലാക്ക് പോലത്തെ ഒരെണ്ണം കൂടെ എടുത്തതിന് ശേഷം ഇതേപോലെ കെട്ടിക്കൊടുക്കാനായിട്ടുള്ള രീതിയിലാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ബട്ടർഫ്ലൈ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാമെന്ന്. ഞാൻ വിചാരിച്ചു ബട്ടർഫ്ലൈ ഒക്കെ പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും അതേപോലെ ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ബൈ.